മക്കയുടെയും മദീനയുടെയും പഴയ കാലം എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ആദ്യകാലത്തെ കഅബയുടെ രൂപം ഏത് രീതിയിലാണെന്ന് അറിയാമോ? പണ്ട് കാലത്ത് കേരളത്തിൽ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള ഹാജിമാർ ഏത് വഴിയാണ് സഞ്ചരിച്ചതെന്നും ഏത് മാർഗത്തിലൂടെയാണ് സഞ്ചരിച്ചതെന്നൊക്കെ അറിയുമോ? ഇതെല്ലാം അറിയാൻ വേണ്ടി മഅ്ദിൻ അക്കാദമി നിങ്ങൾക്കായി ഒരുക്കുന്ന പുതിയ നയനാനുഭവമാണ് ഹറമൈൻ എക്സ്പോ. മഅ്ദിൻ അക്കാദമിയുടെ സ്നേഹനബി 1500 ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള ഈ ഹറമൈൻ എക്സ്പോ ഇന്നു മുതൽ 5 ദിവസത്തേക്ക് മഅ്ദിൻ അക്കാദമിയിൽ പ്രദർശിപ്പിക്കുന്നതാണ്. ഞാൻ ആദ്യമായി ഹജ്ജിന് എന്ന സമയത്ത് കിതാബിൽ ഓതി പഠിച്ചിരുന്നു ബനി ഷൈബയിലൂടെയാണ് കടക്കേണ്ടതെന്ന്. ഞാനന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹറമിൻ്റെ നാലാ ഭാഗങ്ങളും നടക്കുകയായിരുന്നു. ബനി ഷൈബ എന്ന് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ എക്സ്പോ ആദ്യം കണ്ടപ്പോഴാണ് ബനി ഷൈബ 1967 ഹറമി വികസനത്തിന് വേണ്ടി പൊളിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്നെ തന്നെ വല്ലാതെ അങ്ങനെ അതിൻ്റെ ഓരോ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തു വല്ലാതെ ആകർഷണീയമായി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും സന്തോഷങ്ങളും നേരുകയാണ്. ഇനിയും ധാരാളം പോകാനുള്ളവർക്ക്, പോകാത്തവർക്ക് പോകാനുള്ള പ്രചോദനവും, പോയവർക്ക് വീണ്ടും വീണ്ടും അത് പഠിക്കാനും ഉൾക്കൊള്ളാനുള്ള പ്രേരകമാണ് ഇത്. പുരാതനമായിട്ടുള്ള ഒരു ഹജ്ജിൻ്റെ ആവിഷ്കാരങ്ങളാണ് ഇവിടെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ബാബു ബനി ഷൈബ മുതൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷെരീഫ് വരെയുള്ള ഒരു ഹജ്ജ് യാത്ര. ഇതിലൊരുപാട് മാറ്റങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പഴയകാല ചിത്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ തുടക്കം മുതൽ ബാബു ബനി ഷൈബ മുതൽ സൂക്ക് കഴിഞ്ഞിട്ട് കഅബയിൽ ഇന്ന് വന്ന മാറ്റങ്ങളും കഅബ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് വരച്ചിടുന്നതാണ് ഈ ഒരു ഞങ്ങൾ ചെയ്തിട്ടുള്ള നിർമ്മിതിയിൽ ഞങ്ങൾ ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുന്ന ആശയം എന്ന് പറയുന്നത്. മക്ക മദീന അവിടെയുള്ള പ്രധാന കേന്ദ്രങ്ങൾ നമ്മൾ സിയാറത്തിന് സാധാരണയായി പോകുന്നതും അതിലപ്പുറം നമ്മൾ അപൂർവമായിട്ട് നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ചില കേന്ദ്രങ്ങൾ, അങ്ങനെ 45ഓളം കേന്ദ്രങ്ങളും മലകളും വിവിധ പള്ളികളുമായിട്ട് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കവാടമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ബാബു ജിബിരിയിലാണ്. അത് എപ്പോഴും സാധാരണയായി തുറക്കപ്പെടാത്തൊരു വാതിലാണ്. അപ്പോൾ അതിലൂടെ അപൂർവം പേര് മാത്രമേ കടക്കാറുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതിലൂടെ ഒന്ന് കടന്ന് മൊത്തം മക്ക മദീന അതിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും അതിൻ്റെ മിനിയേച്ചർ മോഡലുകളാണ് ഇവിടെ ചെയ്തത്. അസ്സലാമു അലൈക്കും. അൺടോൾഡ് ഓഫ് മദീന എന്നുള്ള പേരിലാണ് നമ്മൾ ഈ ഇത് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതായത് മദീനയുടെ ആരും പറയാത്ത കഥകൾ പറയാന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മദീന എന്നുള്ളത് 589 കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തീർണം വരുന്നത്. പക്ഷേ നമ്മളിതിൽ കൊടുത്തിട്ട് വെറും 25 കിലോമീറ്റർ മാത്രമാണ് ഇതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത് മസ്ജിദ് നബവിൻ്റെയും മസ്ജിദ് ഖുബയുടെയും ഇടയിലുള്ള ആ കുറഞ്ഞ സ്ഥലം മാത്രം ഒരു 25 കിലോമീറ്റർ മാത്രമേ നമ്മളിതിൽ ആവിഷ്കരിക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കെയിൽ വെച്ച് കണക്ക് കൊടുക്കുമ്പോൾ മറ്റൊന്നും ഇതിൽ ആവിഷ്കരിക്കാൻ കഴിയില്ല. കാരണം കൃത്യമായിട്ട് കണക്കിലാണ് ഇത് മൊത്തം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഉർവത്തുബിൻ സുബൈറിൻ്റെ കോട്ട, വീട്, ബുസ്താനുൽ മുസ്തദൽ, ഇസ്ബാൻ ബിൻ മാലിക് തങ്ങളുടെ വീട്, അതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ടായിട്ടുള്ളത്. അതായത് ആർക്കും അറിയാത്ത സാധനങ്ങളെ ഉൾപ്പെടുത്തണം. അതുപോലെ ബേറു ഹിർസൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മുസ്ലിംസിൻ്റെ സ്പിരിച്വൽ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഹോളി മക്ക എന്നുള്ളത്. ആ ഹോളി മക്കത്തെ ഒരു മേജർ പ്ലേസാണ് ഹോളി കഅബ. എന്നാൽ ഈ കഅബ ഇന്ന് കാണുന്ന ഒരു ഓൾമോസ്റ്റ് ക്യൂബിക് ഷേപ്പിലല്ല എല്ലാ ടൈമിലും ഉണ്ടായിരുന്നത്. അത് ഓരോ ടൈം ലൈനിൽ അതിന് പല ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള മേജർ 10 ചേഞ്ചസാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ഈ ഒരു എക്സ്പോ, ഈ ഒരു അരേന എന്ന് പറയുന്നത്. അതിൽ വന്നിട്ടുള്ളതിന് 7 മേജർ റീകൺസ്ട്രക്ഷൻ ടൈം വെച്ചിട്ട് അതിനൊരു സ്ട്രക്ചേഴ്സ് നമ്മളിവിടെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന് ഓരോ മോഡൽസാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് പഴയ കാലത്ത് ഹജ്ജിന് പോയിരുന്ന കപ്പൽ മുഖേന അല്ലെങ്കിൽ കാൽനടയായിട്ട് ഹജ്ജിന് പോയിരുന്ന ആൾക്കാർ എങ്ങനെയായിരുന്നു പോയിരുന്നത്, ആ റൂട്ട് കൃത്യമായിട്ട് വിശദീകരിക്കുക. അതോടൊപ്പം അവർ കൊണ്ടുപോയിരുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അവർ ഇപ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെയാണ് ഒരു രൂപത്തിൽ ചിത്രീകരിക്കുക. അതോടൊപ്പം ആ ഡാറ്റ കൃത്യമായിട്ട് എന്താക്കുക ഇവിടെ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനം ഉദ്ദേശിക്കുന്നത്. അതിന് തന്നെ പണ്ട് കാലത്ത് ആൾക്ക് ഉപയോഗിച്ചിരുന്ന പിലിഗ്രിംസ് പാസ്പോർട്ടിൻ്റെ ചിത്രങ്ങൾ, അതോടൊപ്പം ആ പഴയ കാലത്തെ ഫോട്ടോകൾസ്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം പണ്ട് കാലത്ത് കപ്പലുകളുടെ ചിത്രീകരണം, ഓരോ പോർട്ട്, അതുപോലെ തന്നെ മദ്രാസ് മെയിൽ അടക്കമുള്ള ട്രെയിൻ അടക്കം, അതൊക്കെയാണ് നമ്മൾ ഈ സ്റ്റാളിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ ഒരു
സ്റ്റാളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലിറ്റിൽ ഹാജി എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് ഈ ഒരു സ്റ്റാൾ വന്നു കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്ത് പോയൊരു ഫീല് കിട്ടണം. അത് മാത്രമല്ല ഹജ്ജുമായി ബന്ധപ്പെട്ട അവരുള്ള മക്ക, അതുപോലെ സഫ മർവ, അതുപോലെ തന്നെ ഹജ്ജുൽ അസ്വദ്, അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വിശദീകരിക്കും. അതാണ് നമ്മൾ ആദ്യ ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കഥകളുണ്ടല്ലോ, അവർ അറിഞ്ഞിരിക്കേണ്ട. അത് ഹജ്ജുൽ അസ്വദിൻ്റെയും സഫ മർവൻ്റെയും അതുപോലെ തന്നെ അബ്രഹത്ത് രാജാവ് നശിപ്പിക്കാൻ വന്ന കഅബയുടെയും കഥയെ പറ്റിയാണ് രണ്ടാമത്തെ ഒരു ഘടകം വരുന്നത്. ഈ 2 പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് മൂന്നാമത്തെ ഘടകം വരുന്നത്. അതായത് ഒരു 10 ചോദ്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കും. ക്വിസ് സോണിലാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ക്വിസിൽ ആദ്യം 10 ഉത്തരത്തിന് ആദ്യം ഉത്തരം നൽകുന്ന ആൾക്ക് നമ്മൾ ചെറിയൊരു സമ്മാനം കൂടിയും കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് വിർച്വൽ റിയാലിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് മക്ക, മദീന, മസ്ജിദുൽ അഖ്സ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ശരിക്ക് അവിടെ തന്നെ ചെന്ന് നിൽക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ നമുക്ക് തവാഫൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ആളുകളുടെ കൂടെ തവാഫ് ചെയ്യുന്ന പോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് VR യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്.